ഹവിടെക് ഗ്രാഫിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഹവിടെക് ഗ്രാഫിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ വാട്സപ്പിലുള്ള കുറച്ച് ഹിഡൻ ട്രിക്സ് ആണ്. അത് ചിലർക്കറിയാം, എന്നാൽ ചിലർക്ക് അറിയത്തില്ല. പുതിയ അപ്ഡേഷന് ശേഷമുള്ള ട്രിക്സ് എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ട്രിക്ക് നോക്കാം. അതിനായി വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെ സ്റ്റാർ ഇട്ട ശേഷം ഹൈ എന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം സ്റ്റാർ ഒന്നും കൂടി ഇടുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ അക്ഷരം ബോൾഡായി മാറിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ബോൾഡ് ലെറ്റർ മെസ്സേജ് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് നോക്കാം, ഇറ്റാലിക്. അതിനായി അണ്ടർസ്കോർ ഇട്ട ശേഷം ഹൈ ടൈപ്പ് ചെയ്യുക. ലാസ്റ്റ് വീണ്ടും അണ്ടർസ്കോർ ഒന്നും കൂടി ഇടുക. ഇപ്പോൾ ലെറ്റർ ഇറ്റാലിക് ആയി മാറിയത് കാണാൻ സാധിക്കും. അടുത്തെന്ന് പറയുന്നത് ഈ സിമ്പിൾ 3 പ്രാവശ്യം ഇട്ട ശേഷം ലെറ്റർ ടൈപ്പ് ചെയ്യുക. ശേഷം 3 തവണ വീണ്ടും ആ സിമ്പിൾ ഒന്നും കൂടി ഇടുക. അപ്പോൾ ഫോണ്ട് മാറും. അതായത് വാട്സപ്പിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്, അതും മാറുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. അടുത്തതായി സ്ട്രൈക്ക് നോക്കാം. അതിനായി ഈ സിമ്പിൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സിമ്പിൾ ഒന്നും കൂടി എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ എൻ്റർ ചെയ്ത ₹100 എന്നതിന് പുറത്തു കൂടി ഒരു വെട്ട് വീണതായി കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് സ്ട്രൈക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കും. അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെന്ന് വെച്ചോ. ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞു. ഇവിടെ മുകളിൽ സ്മൈൽ സിമ്പിൾ കാണാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിമ്പിൾ സെലക്ട് ചെയ്യുക. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ഗ്രേഡിയൻ ടൂൾ കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ആ സ്മൈലിന്റെ കളർ മാറുന്നതായിട്ട് കാണാം. അതുപോലെ ഇവിടെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും എഴുതി ചേർക്കാവുന്നതാണ്. ഇവിടെയും കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പെൻസിൽ ടൂൾ വെച്ച് വരയ്ക്കാനോ എഴുതാനോ എന്ത് വേണേലും കൂട്ടുകാർക്ക് ചെയ്യാൻ സാധിക്കും. അടുത്ത എന്താന്ന് വെച്ചാൽ, നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുക. പ്രൈവസി എടുക്കുക. ഇവിടെ റീഡ് റെസിപ്റ്റ് ഓഫ് ആക്കുകയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നതല്ല. നമ്മൾ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചാൽ പോലും ഡെലിവർ ടിക്ക്, അതായത് ബ്ലൂ ടിക്ക് കാണാൻ സാധിക്കില്ല. നിങ്ങൾ മീറ്റിങ്ങിലോ മറ്റോ ആയിരിക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ ഒന്നും വരണ്ട എങ്കിൽ ഇത് ഓഫ് ചെയ്തിടുക. അടുത്ത എന്തെന്ന് വെച്ചാൽ, ചാറ്റ് എടുത്തിട്ട് മോർ ക്ലിക്ക് ചെയ്യുക. ആ ഷോർട്ട് കട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ചാറ്റ് നമ്മുടെ ഹോം സ്ക്രീനിൽ പോയി കിടക്കും. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാനും സാധിക്കും. അടുത്ത ട്രിക്ക് നമുക്ക് നോക്കാം. അതെന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സ്മൈൽ സിമ്പിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ താഴെ ജിഫ് ഫയൽ കാണാം. അത് സെലക്ട് ചെയ്യുമെങ്കിൽ ഇവിടെ നിരവധി ജിഫ് ഫയൽസ് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. അതുപോലെ സെർച്ച് ചെയ്യാനും പറ്റും. സപ്പോസ് ഗുഡ് നൈറ്റ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ നിരവധി ഗുഡ് നൈറ്റിന്റെ ജിഎഫ് ഫയൽസ് കാണാൻ സാധിക്കും. കൂട്ടുകാർക്ക് അങ്ങനെ ജിഫ് ഫയൽസ് സെൻഡ് ചെയ്യാനും സാധിക്കും. അടുത്ത ട്രിക്ക് നോക്കാം. അതിനായി ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ അറ്റ് സിമ്പിൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഗ്രൂപ്പിലെ എല്ലാ കോണ്ടാക്ട്സും കാണാൻ സാധിക്കും. അങ്ങനെ ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും ഒരു പേഴ്സണെ നമുക്ക് സജസ്റ്റ് ചെയ്യാനും സാധിക്കും. അടുത്ത ട്രിക്ക് എന്തെന്ന് വെച്ചാൽ, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കോണ്ടാക്ട്സ് നമുക്ക് പിൻ ചെയ്യാൻ സാധിക്കും. അതായത് ചാറ്റ് ലിസ്റ്റിന്റെ ഏറ്റവും മുകളിലേക്ക് പിൻ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് കോണ്ടാക്റ്റ് ആണോ പിൻ ചെയ്യേണ്ടത് ആ കോണ്ടാക്റ്റിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം മുകളിൽ പിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ കോണ്ടാക്ട് നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ വന്നിരിക്കുന്നതായി കാണാൻ സാധിക്കും. ഞാൻ ഇവിടെ 2 കോണ്ടാക്റ്റ് ആണ് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് വാട്സപ്പിൽ ആരെങ്കിലും മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഈ 2 കോണ്ടാക്ട്സിന്റെ താഴെയായിട്ടായിരിക്കും ബാക്കിയുള്ള മെസ്സേജുകൾ കാണാൻ സാധിക്കുന്നത്. പിൻ ചെയ്ത ശേഷം ആ കോണ്ടാക്ട് അൺപിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ആ കോണ്ടാക്റ്റിൽ പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഇവിടുന്ന് അൺപിൻ ചെയ്യുക. അടുത്ത എന്തെന്ന് വെച്ചാൽ, നമ്മൾ വാട്സപ്പിൽ ഉപയോഗിക്കുന്ന പ്രൊഫൈൽ പിക്ചറും സ്റ്റാറ്റസും ലാസ്റ്റ് സീനും ഒക്കെ ആരൊക്കെ കാണണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അക്കൗണ്ടിലേക്ക് കയറുക. ഇവിടെ പ്രൈവസി ഓപ്പൺ ചെയ്യുക. പ്രൈവസിയിൽ നിങ്ങൾക്ക് ലാസ്റ്റ് സീൻ സെറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അവസാനമായിട്ട് വാട്സപ്പിൽ വന്ന സമയം ആരൊക്കെ കാണണം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ആരൊക്കെ കാണണമെന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ സ്റ്റാറ്റസും ആരൊക്കെ കാണണമെന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത ട്രിക്ക് നോക്കാം. നിങ്ങൾ ആർക്കെങ്കിലും സെൻഡ് ചെയ്ത മെസ്സേജ് അവർ എപ്പോൾ റീഡ് ചെയ്ത് എന്നുള്ള ടൈം നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
നിങ്ങൾക്ക് ഏത് മെസ്സേജിൻ്റെ ടൈമാണോ അറിയേണ്ടത് ആ മെസ്സേജ് ക്ലിക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം മുകളിലുള്ള ഓപ്ഷനിൽ നിന്ന് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ റീഡ് ആൻഡ് ഡെലിവർ ടൈം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്ത ട്രിക്ക് നോക്കാം. നമ്മളുടെ ചാറ്റ് ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ചാറ്റ് ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. അത് എങ്ങനെയെന്ന് നോക്കാം. നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ട ചാറ്റിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം മുകളിൽ ആർച്ചീവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ആ കോണ്ടാക്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഹൈഡ് ആയിരിക്കുകയാണ്. മറ്റാരെങ്കിലും ആ കോണ്ടാക്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അത് കാണാൻ സാധിക്കുകയില്ല. ഇനി നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത കോണ്ടാക്ട് കാണണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെയായിട്ട് ആർച്ചീവ്ഡ് ചാറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കോണ്ടാക്ട്സും കാണാൻ സാധിക്കും. ഇത് വീണ്ടും പഴയ പോലെ ആക്കാൻ വേണ്ടി കോണ്ടാക്ട്സിൽ പ്രസ് ചെയ്ത് ഇടിക്കുക. അതിനുശേഷം ആർച്ചീവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ആ കോണ്ടാക്ട് ചാറ്റ് ലിസ്റ്റിൽ വീണ്ടും വന്നിരിക്കുകയാണ്. അടുത്ത ട്രിക്ക് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലോ മറ്റോ അംഗങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജ് നോട്ടിഫിക്കേഷനുകൾ വന്നുകൊണ്ടിരിക്കും. ഈ മെസ്സേജ് നോട്ടിഫിക്കേഷനുകൾ ഒഴിവാക്കാൻ വേണ്ടി കോണ്ടാക്ട് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം മുകളിൽ മ്യൂട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന 3 ഓപ്ഷനുകളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് മ്യൂട്ട് ചെയ്യുക. അതായത് 8 മണിക്കൂർ വേണോ, 1 വീക്ക് വേണോ, 1 വർഷം വേണോ, ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യുക. നോക്കൂ, ആ കോണ്ടാക്ട് ഇവിടെ മ്യൂട്ട് ആയിട്ടുണ്ട്. ഇത് പഴയ രീതിയിലാക്കാൻ വേണ്ടി ആ കോണ്ടാക്റ്റിൽ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് മുകളിൽ മ്യൂട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ കോണ്ടാക്ട് നോർമൽ രീതിയിലായിട്ടുണ്ട്. അടുത്ത ട്രിക്ക് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെസ്സേജ് ബുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെസ്സേജ് സെലക്ട് ചെയ്യുക. ശേഷം മുകളിൽ സ്റ്റാർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ മെസ്സേജ് സ്റ്റാർ ആയിട്ടുണ്ട്. ഇനി ഈ മെസ്സേജ് കാണാനായിട്ട് റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റാർഡ് മെസ്സേജ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബുക്ക് മാർക്ക് ചെയ്ത മെസ്സേജ് ദാ ഇവിടെ സ്റ്റാർഡ് മെസ്സേജിലുണ്ട്. അങ്ങനെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മെസ്സേജസ് നമുക്ക് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാനും സാധിക്കും. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.